കാർഷിക മേഖലയ്ക്ക് 2765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിനുള്ള അന്തിമ അനുമതി ലഭിച്ചതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇതിൽ 500 കോടി രൂപയും നെൽകൃഷി മേഖലയ്ക്കായി നീക്കിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം മങ്കൊമ്പിന്റെ പുതിയ ഓഫീസ് കെട്ടിടം കളർകോട് അഗ്രി കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് 2765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിനുള്ള അന്തിമാനുമതി ലഭിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. ഇത്രയും വലിയ നിക്ഷേപം കേരളത്തിന്റെ കാർഷിക വിപണിക്ക് ശക്തി പകരും. ഇതിൽ 500 കോടി രൂപയും നെൽകൃഷി മേഖലയ്ക്കായി നീക്കിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ആലപ്പുഴ കളർകോട് അഗ്രി കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അരി എന്നുള്ളതിന് അത്രമേ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം നമുക്ക് അത്രയും ഗൗരവം തോന്നുന്നൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ ഒരു VIP പരിഗണനയായിരുന്നു പണ്ട് അരിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അരി എത്രയോ കാര്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഘടകമായി മാറി. മരിച്ചാൽ വൈകരി ഇടുന്നതിലേക്ക് വേറെ ഒന്നും ഇടാത്ത എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അരിക്കൊരു വലിയ സവിശേഷ പ്രാധാന്യം. നിലത്തെഴുത്ത് എന്ന് പറയുന്നത് നിലത്തിരുന്നാണ് എഴുതുന്നതെങ്കിലും എഴുതുന്നത് മണലല്ല. ആദ്യാക്ഷരം കുറിക്കുന്നത് അരിക്കകത്തായിരുന്നു. അനിയന്ത്രിതമായ അളവിലുള്ള കീടനാശിനി പ്രയോഗവും ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ തകർക്കുന്നതിനകത്തേക്ക് വെള്ളത്തിൽ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആരാണ് ബോംബിന് ഇരയാവുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് മൊത്തം പേർക്കും ആ പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് കീടനാശിനി പ്രയോഗം, കീടത്തെ തുരത്തൽ എന്നെല്ലാം പറഞ്ഞാൽ വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നല്ലവണ്ണം മനസ്സിലാക്കി പഠിച്ച് ബോധ്യപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് തന്നെയാണ് ഒരു കീടരോഗ നിയന്ത്രണം എന്നതിലേക്ക് എത്തേണ്ടത്, കീടരോഗങ്ങളെ മാറ്റേണ്ട തരത്തിലേക്ക് എത്തേണ്ടത്. അതിനൊക്കെ സഹായകമാവുന്ന സംവിധാനമാണ് നമുക്കുണ്ടാവേണ്ടത്. 1950 ശേഷം ഇത്രയും വലിയ സഹായം കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോഴാണ്. കൃഷി ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വിളവും ഉൾപ്പെടെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന 36 കോടി രൂപയുടെ അഗ്രിമാൾ അമ്പലപ്പുഴയിലാണ് തുടങ്ങുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഇതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് നടപ്പാക്കിയതിലൂടെ വിളവ് കുറഞ്ഞാലും കർഷകന് ഇൻഷുറൻസ് തുക ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കീടരോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പുതിയ ഓഫീസിൽ നടക്കുക. ബയോ ഇൻപുട്ട് ലാബ്, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് തുടങ്ങിയ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ് ഹരിപ്പാട്.